പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവിധ സ്ഥലങ്ങളിലിരുന്ന് വിവിധ രാജ്യങ്ങളിലിരുന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനത്തെ ആദ്യമേ അറിയിക്കുന്നു. നമ്മുടെ ബെഥൽ ഫാമിലി പ്രയർ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചാരംഭിക്കുകയാണ്. അതിനായി നമ്മുടെ പാസ്റ്ററുകളുടെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഒരു ദൈവകൃപ ഇന്ന് ഞങ്ങളുടെ മേലിരിക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ മീറ്റിങ്ങിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ സാന്നിധ്യം കൂടിയിരിക്കണേ. സ്വർഗത്തിലെ ദൈവം തന്നെ ഞങ്ങളെ നടത്തണേ, പരിപാലിക്കണേ. അങ്ങയുടെ അദൃശ്യ കാവലിൽ അടിയങ്ങളിരിക്കട്ടെ. ഇന്നത്തെ ആരാധന അങ്ങയ്ക്ക് സുഗ്രാഹ്യമായി മാറണേ. ഞങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ ഹൃദയം ഏകീകരിക്കുവാൻ അത് കാരണമാകണമേ. കർത്താവേ, ഇന്നത്തെ ദൂത് ഞങ്ങളോട് ഇടപെടുന്നതാകണേ. സ്പഷ്ടമായി സംസാരിപ്പാൻ ദൈവാലോചന തരണമേ. യേശുവേ, ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന തിരുമേനി കേട്ട് മറുപടി തരണേ. സകലതും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ആദ്യവസാനം ശക്തിയോടെ ഭരിച്ചു നടത്തിയാലും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് നമുക്ക് പാടി ആരാധിക്കാനുള്ള സമയമാണ്. ഇതിനെ സിസ്റ്റർ രമ്യയെ മുമ്പോട്ട് ക്ഷണിക്കുന്നു.
പ്രൈസ് ഗോഡ്. പാട്ടുകാരൻ പാടിയതുപോലെ ശാപങ്ങൾ നിന്നെ തകർക്കയില്ല, രോഗങ്ങൾ നിന്നെ തളർത്തത്തില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ, യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ ഇടുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഞങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്ലോബൽ ബെതലൈറ്റ്സിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ ദൈവവചനം ശുശ്രൂഷിക്കുകയും ടെസ്റ്റിമണിയൊക്കെയും നൽകുകയും ചെയ്തു വരുന്നു. ഇന്ന് ഈ രാത്രിയെങ്കിൽ ദുബായിൽ നിന്ന് സിസ്റ്റർ ജാസ്മിൻ നമ്മളോടൊപ്പം ചേരുന്നു. ഗ്ലോബൽ ബെതലൈറ്റ്സിന്റെ ഭാഗമായി സിസ്റ്റർ ജാസ്മിന്റെ ടെസ്റ്റിമണി നമുക്ക് തുറന്നു കേൾക്കാം. അതിനെ സിസ്റ്റർ ജാസ്മിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. താങ്ക് യു ബെതൽ അഗൈൻ ഫോർ യെറ്റ് അനദർ ഓപ്പർച്യൂണിറ്റി ടെസ്റ്റിമണി ഷെയർ ചെയ്യാൻ വേണ്ടി. So this time when the opportunity came, I was asking Abba what exactly am I supposed to share. So many experiences with him. So അപ്പം ദൈവം തന്ന ഒരു ടോപ്പിക്കാണ് Christ like forgiveness. So being a Christian, it is inherent that we all forgive our enemies and forgive everyone that hurt us in our life. അങ്ങനെ ഇപ്പോൾ എത്ര നാൾ ഞാൻ ഓർത്തത് forgiveness was okay if I could, maybe probably not at the moment. ചിലപ്പോൾ കാരണം നമ്മൾ എത്ര ഹേർട്ട് ചെയ്യുമ്പോൾ ആ എക്സാക്ട് ഇൻസ്റ്റൻറ്റിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ബട്ട് somehow forget what they did. നെക്സ്റ്റ് ടൈം അവരെ കാണുമ്പം എന്തായിരുന്നു, ആ ഗ്രഡ്ജ് ഉള്ളിൽ വെക്കാതെ, അവരോടുള്ള ദേഷ്യമൊന്നും ഉള്ളിൽ വെക്കാതെ സംസാരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ I thought that was enough. I thought I forgave them. അതായിരിക്കും, അതുകൊണ്ട് എൻ്റെ forgiveness ഒക്കെ കൈൻഡ് ഓഫ് ആയി. അതുകൊണ്ട് എനിക്കപ്പോൾ അവരോട് പിണക്കില്ല. അങ്ങനെയൊക്കെ ഞാൻ നെക്സ്റ്റ് ടൈം വരെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല, സംസാരിക്കുക. പിന്നെ ഓവർ ടൈം കുറേ നാൾ കഴിയുമ്പോൾ യു വിൽ ബി ഏബിൾ ടു പ്രേ ഫോർ ദെം. സോ അങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ ദ ഡെപ്ത് ഓഫ് ദ വൂണ്ട് ദറ്റ് ദേ ഇൻഫ്ലിക്റ്റ്. സോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. സോ ഐ തോട്ട് ഐ വാസ് ഓക്കെ വിത്ത് മൈ forgiveness, ബട്ട് ഐ ഡിഡ് നോട്ട് നോ വാട്ട്. സോ ദർ വാസ് സ്റ്റിൽ സംതിങ് ലാക്കിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, so what does it, so there was this person that in my life that obviously God also knows that it hurt me so much. അപ്പോൾ സോ ഓവർ ടൈം എനിക്ക് അവരോട് സംസാരിക്കാൻ, ഇടപെടാനൊക്കെ പറ്റുന്നുണ്ട്. ഐ പ്രേ വിത്ത് ദെം, ഐ പ്രേ ഫോർ ദെം, എല്ലാം ചെയ്യുന്നുണ്ട്. സോ ഐ തോട്ട് ഐ forgave, so it's okay എന്ന് വിചാരിച്ചപ്പോൾ ദൈവാത്മാവ് കഴിഞ്ഞ ലൈക്ക് ഫ്യൂ മന്ത്സ് ബാക്ക് റിമൈൻഡഡ് മീ ഓഫ് ദറ്റ് പേഴ്സൺ അഗൈൻ. അപ്പോൾ ഞാൻ ക്ഷമിച്ചല്ലോ ദൈവമേ, ഐ forgiven them, so I'm able to go, അല്ലെങ്കിൽ നമുക്ക് പിണക്കുള്ളവരുടെ അടുത്ത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇൻട്രാക്ട്. So it's like that's when God pointed out, so that was not the type of forgiveness that he wanted. Being a Christian like me, he did not, that was not the type of forgiveness that he wanted me to make. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്നെ ഓർമ്മിച്ച് വന്നപ്പോഴത്തേനും അപ്പോൾ പിന്നെ എനിക്ക് വിഷമമാവാൻ തുടങ്ങി. സോ ഓൾ ദറ്റ് പാസ്റ്റ് മെമ്മറീസ് എല്ലാം വന്നപ്പോൾ, വേദനിപ്പിച്ച ഇൻസ്റ്റൻസസ് എല്ലാം വന്നപ്പോൾ ഐ സ്റ്റാർട്ടഡ് ടു ക്രൈ. ഐ സ്റ്റാർട്ടഡ് ടു ഫീൽ ഓൾ ദീസ് പെയിൻ. ആകെ മൊത്തം പ്രയാസമായി. ആൻഡ് ഐ ടേൺഡ് ഔട്ട് ടു ബി സോ ബിറ്റർ. അപ്പോൾ പിന്നെ എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര ദേഷ്യമുള്ള പോലെയൊക്കെ. അന്നേരം ഞാനോട്, ദൈവം, ഇത്രയും ബിറ്റർനെസ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ഓർത്ത് ഞാൻ അവരുടെ അടുത്ത് ക്ഷമിച്ചതാണ്. ബട്ട് ഇത്രയും അവരുടെ അടുത്ത് ഉള്ളിലെവിടെയോ പകയെല്ലാം ഒളിഞ്ഞിരുന്ന പോലെ. ദൈവം, ഇത്രയും ബിറ്റർനെസ് എൻ്റെ ഉള്ളിലുണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ല. ഐ തോട്ട് ഇറ്റ് വാസ് ഓക്കെ. ഐ നെവർ ന്യൂ ദറ്റ് ദർ വാസ് ദിസ് കൈൻഡ് ഓഫ് എ റിവെഞ്ച് ഫീലിംഗ് ഇൻ മീ. ഇതുവരെ ഞാൻ റിവെഞ്ച് എടുത്തിട്ടില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ആ ഒരു മുറിവിൽ നിന്ന് പുറത്ത് വന്നത് വാസ് ഓൾ ബാഡ്. ദൈവം, ഞാൻ ഇത്രയും മോശമായ കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിട്ട്, and I didn't know, and I still kept worshipping you with all this filth, and you are the one who saw my soul. And ദൈവത്തിന് അതവിടെ ഉണ്ടെന്ന് അറിയായിരുന്നു. And that's the reason why he spoke to me about this. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, that means I haven't forgiven them completely. അപ്പോൾ ഞാൻ എങ്ങനെ അവരുടെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ക്ഷമിക്കാൻ പറ്റുന്നത്? And then he was like, forgive like how I forgave everyone. Forgive them that you may be able to love them back again as before. പണ്ടെങ്ങനെ സ്നേഹിച്ചു അതുപോലെ തന്നെ തിരിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന രീതിയിൽ ആയിരിക്കണം നമ്മുടെ forgiveness. സോ ദാറ്റ് ഐ കുഡ് നോട്ട് അക്സെപ്റ്റ്. പറഞ്ഞു, എന്ത് ദൈവമേ, എന്തും പറ്റും പഴയ പോലെ ടു ലവ് ദറ്റ് പേഴ്സൺ ബാക്ക് അഗൈൻ. ഐ ഡോണ്ട് തിങ്ക് ദറ്റ്സ് പോസിബിൾ വിത്ത് ഓൾ ദീസ് വൂൺസ്. അപ്പോൾ
അത് അങ്ങനെ ഒരു തോട്ട് വരുമ്പം തന്നെ നോട്ട് ഏബിൾ ടു പ്രോസസ് ബിയോണ്ട് ദാറ്റ്. എന്നെ കൊണ്ട് പറ്റുന്നില്ല അതങ്ങ് ആ ഒരു തോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ. അങ്ങനെ പഴയ പോലെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, ഇത്രയും മുറിപ്പെടുത്ത ആളുടെ അടുത്ത്. സോ ദാറ്റ് ആ ഉള്ളിലെല്ലാം ആ മുറിവ് കിടന്നത് കാരണം. സോ അപ്പോൾ ദൈവം പറഞ്ഞു, സി ദാറ്റ് ഇസ് എ ഫൊർഗിവ്നെസ് that I want you to make. എന്നാലേ ആ മുറിവോടെ ഉണങ്ങത്തുള്ളൂ. And with those wounds you will not be able to serve in my church. That is something that hit me hard. So I won't be able to serve in God's church. പക്ഷെ എന്നാലും ഈ ഒരു കാര്യം എന്നെ കൊണ്ട് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു. ഏറ്റവും ഇത്രയും മുറിപ്പെടുത്തിയ ഒരാളുടെ അടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് ഇസ് നോട്ട് വാട്ട് ഗോഡ് വാണ്ട്സ്. ആ ഒരു കൈൻഡ് ഓഫ് ആ മെമ്മറീനെ ഫുൾ കരിച്ച് കളയാൻ, ആ മുറിവിനെ മുഴുവൻ കരിച്ച് കളയാൻ ദിസ് വാസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു be like, to forgive like how Jesus forgave. എന്നെ കൊണ്ട് കഴിയുന്നില്ല. I could not process the thought. I kept crying so badly and I was like, എൻ്റെ ഇപ്പോൾ വേറെ ഏത് മെത്തേഡ് വേണമെങ്കിലും പറഞ്ഞാൽ ഇറ്റ് ഇസ് okay, but not this method. I do not think I can love that person back again. I kind of feel myself like a fool. അതെ, ഇത്രയും മുറിപ്പെടുത്തിയ ഒരാളെ പഴയ പോലെ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുന്നത്? അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണല്ലോ വലിയ കാര്യം. And so that night when I went to bed, I had this dream so I heard a voice speaking to me, that asking me if I'm ready to serve in the church, and I sounded very grumpy at that moment. ഞാൻ പറഞ്ഞില്ല that I'm ready to serve in the church. And then they take me to a place and it kind of looked like the HR room in my university. Door തുറക്കുമ്പോൾ I see Bethel, I see Sunil pastor and then a lot of brothers sitting around, out of which I could recognize only George brother. And I joined late, so almost all the briefing and instructions was all done. So George brother comes up to me and കാര്യങ്ങളെല്ലാം പറഞ്ഞു, gives me the ID card, and then they send me to the women section to serve. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ വരുമോ, ഭയങ്കര ആൾത്തിരക്ക്, ഒരുപാട് പേരെല്ലാവരും ഇടിച്ചുകൂടി വന്നിട്ട് ഐ എം നോട്ട് ഏബിൾ ടു കൺട്രോൾ. അപ്പോൾ എല്ലാവരെയും പന്തിയായിട്ട് ഇരുത്തണം, മേക്കിംഗ് പീപ്പിൾ സിറ്റ്. ദർ ആർ ഫ്യൂ ഹു ലിസൺ, കുറേ പേര് പറഞ്ഞ അനുസരിക്കത്തില്ല. സോ ഇൻ ദിസ് അങ്ങനെ കുറച്ച് വരുമ്പോൾ ഈ ആൾക്കാർ അനുസരിക്കാതെ വരുമ്പോഴത്തേക്കും എൻ്റെ ക്ഷമ ഉള്ളിൽ നശിക്കാൻ തുടങ്ങി. സോ ദർ വാസ് ദിസ് വൺ സിസ്റ്റർ ലൈക്ക് റിസർവ്ഡ് എ സീറ്റ് ഫോർ എ ഫ്രണ്ട്, 2 seats അറ്റ് ദ സെയിം ടൈം ഷീ സാറ്റ്. ആൻഡ് ഐ വാസ് ലൈക്ക്, സിസ്റ്റർ ഈ സമയത്ത് എൻ്റെ ഫ്രണ്ടിന് സീറ്റ് റിസർവ് ചെയ്യാൻ പറ്റത്തില്ല, ആൾക്കാർ തിരക്കാണ്ടില്ല, ഇതിൻ്റെ ഇടയിൽ എവിടെ നിന്ന് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ ഇപ്പം ഈ നിൽക്കുന്ന ആൾക്ക് ഈ സീറ്റ് കൊടുക്കുന്നു. ആൻഡ് ദേ ഡിഡ് നോട്ട് ലിസൺ. അപ്പോൾ എനിക്കൊരു പ്രയാസമായി, ഇപ്പോൾ ഇത് പറഞ്ഞാൽ എന്താ കേൾക്കാത്തതെന്ന്. അപ്പോൾ നെക്സ്റ്റ് റോയിൽ 2 people do the same thing, നെക്സ്റ്റ് റോ 4 people do the same thing. അപ്പോൾ എൻ്റെ ക്ഷമ മുഴുവൻ നശിച്ചു, സാറി ഗെറ്റിംഗ് ആംഗ്രി. അപ്പോൾ എൻ്റെ ദൈവാത്മ അവിടെ നിന്ന് സഡൻലി ടേക്സ് മീ അവേ. ഇറ്റ്സ് ലൈക്ക് ദിസ് ഇസ് നോട്ട് ഹൗ യു സർവ് ഇൻ ദ ചർച്ച്, യു ഷുഡ് ബി പേഷ്യൻറ്റ് വിത്ത് ദെം. ഞാൻ പറഞ്ഞു, ദൈവമേ, ഐ നോ ഇറ്റ് ഇസ് നോട്ട്, യു കെ നോട്ട് ഗെറ്റ് ആംഗ്രി, അവിടുത്തെ ചൂടാവാൻ പറ്റത്തില്ല, അതൊക്കെ അറിയാം, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ദേ നോട്ട് ലിസണിങ് ആൻഡ് ഐ എം ഗെറ്റിംഗ് ആംഗ്രി. ആൻഡ് പിന്നെ കൊണ്ട് ബ്രദേഴ്സ് എല്ലാം നല്ലപോലെ അവർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നെ കൊണ്ട് മാത്രമേ പറ്റാത്തതുള്ളൂ. സോ ഐ ഡോണ്ട് നോ വൈ ആൻഡ് ഐ ബ്രേക്ക് ഡൗൺ. ആൻഡ് ദെൻ ഞാൻ പറഞ്ഞില്ലേ, വിത്ത് ദീസ് വൂൺസ് ഇൻ യുവർ ഹാർട്ട് യു വിൽ നോട്ട് ബി ഏബിൾ ടു സെർവ് ഇൻ മൈ ചർച്ച്. ആൻഡ് ദെൻ ഐ വേക്ക് അപ്പ് ആൻഡ് ഐ വാസ് ലൈക്ക്, okay, there is no other option, but I do not know, I cannot do it with my strength, never possible. എന്നെ കൊണ്ട് ആ ഒരു തോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. It wasn't possible, so I asked him for God's strength and he did help me. ഒരുപാട് സഹായിച്ചു. So to confront the person next time with this thought that Jesus gave, it was hard, but when I thought, yes, എന്ത് സംഭവിച്ചാലും ചെയ്തേ പറ്റുള്ളൂ, ദൈവസന്നിധിയിൽ അതിനുള്ള courage, you really need courage to forgive people like that. So and for the strength and the courage to do that, and for the words, such words that God gives to speak to them, ദൈവം പറഞ്ഞ വാക്കുകളൊക്കെ ആളുടെ അടുത്ത് പിന്നെ രണ്ടാമത് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ it takes a lot of courage, and that courage doesn't come from your strength, it comes from Christ's strength in you that so perfectly works in your weakness. And I was able to completely forgive. So forgiveness and all that, reeling back to the old stage where you innocently love the person, genuinely want good for that person, not even thinking like എന്തെങ്കിലും ഒരു നന്മ അവർക്ക് വേണ്ടി ആലോചിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ആ ഒരു ബിഹൈൻഡ് ദ ബാക്ക് യു നോട്ട് തിങ്ക് അബൌട്ട്, പണ്ട് എനിക്ക് അങ്ങനെയൊക്കെ എന്നോടത്ത് ചെയ്തതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് പോലും വരാതെ അവർക്ക് വേണ്ടി പിന്നെയും innocently literally serve them. So that is possible only when Christ-like forgiveness flows from your heart. So the other person doesn't change like in an instant, because we are the ones with Jesus, we are the ones led by the Spirit. So transformation, God changes us first, and through us He changes the other person. So
So quite recently again I had another bitter experience, so that was very painful. അതെനിക്ക് I was quite going through a vulnerable stage in my life, so it was very difficult to digest all those harsh words that came. So അത്ര ക്രൂരമായ വാക്കുകൾ പ്രതീക്ഷിച്ചില്ല ആ സമയത്ത്. എന്നിട്ട് ഭയങ്കര പ്രയാസമായിപ്പോയി. I just couldn't stop crying. Next day when I went to work also കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. The thought of the person നീ കരയാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അങ്ങനത്തെ എന്തായിരുന്നു അറിഞ്ഞുകൊണ്ട് I used to evade that thought. എങ്ങനെയെങ്കിലും I wanted to continue with my work എല്ലാം. But I was completely literally lost. എനിക്ക് അവിടെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് തിങ്കിങ് ദാറ്റ് ഇത്രയും ഒക്കെ ചെയ്തിട്ടും I പണ്ടിങ്ങനെ ചെയ്തിട്ട് I forgave, and then this person is being so mean and bad again and again. എന്നാലും ഒരു എന്താ പറയുക, there's no transformation in him, but change is supposed to happen to us. God changes us first, and then നമ്മളിലൂടെയാണ് മറ്റാളെ ചേഞ്ച് ചെയ്യുന്നത്. I know all that, but അന്നേരം ഒരു വചനവും തലേ വരത്തില്ല. I was so broken at that moment that I couldn't think about any verse to console. I was thinking about songs at least to distract. ഒന്നും നടക്കുന്നില്ല. I couldn't even concentrate on my work, and I know God was trying to speak to me all the time, but because of all those thoughts that were raging in my mind at that moment, I just couldn't hear his voice. And apparently my manager walks into my cabin at a time that I did not expect, and he found me കണ്ണെല്ലാം നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, why are you crying? You are the one who is usually cheering everybody up. എപ്പോഴും ദൈവത്തിൻ്റെ കാര്യം പറയാം. അപ്പോൾ and I blamed it on my health, telling അങ്ങനെ വയ്യായിരുന്നു ഇങ്ങനെ വയ്യായിരുന്നു അതുകൊണ്ടാണ്. And so for a person, when you say that it is you're feeling bad because of your health, അവർ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു റെസ്പോൺസ് is what you usually expect. I don't know why, but he said this one line that നീയല്ലേ എപ്പോഴും ദൈവത്തെ പറ്റി പറയുന്നേ, ദൈവം നല്ലതല്ലേ ചെയ്യുള്ളൂ. So whatever God does in your life, it is for your good. He just said this and he left. He's an unbeliever. At that instant, ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് എൻ്റെ മനസ്സിൽ വന്ന പോലെ, ഓൾ ദാറ്റ് വിഷമങ്ങളിൽ എവിടെയോ പോയ പോലെ, ഗോഡ് യു സ്പോക്ക് ടു മീ ത്രൂ ആൻ അൺബിലീവർ. അന്നേരം ഈ വചനം എല്ലാം ഓർമ്മ വന്നിട്ട് ഗോഡ് ഡസ് ഓൾ തിങ്സ് വർക്ക് ടുഗെദർ ഫോർ ഗുഡ് ഫോർ ദോസ് ഹു ലവ് ഗോഡ്. അതെല്ലാം വചനം എല്ലാം ഓർമ്മ വന്നതിന് ഐ സ്റ്റാർട്ടഡ് തിങ്കിങ്, ഓക്കെ, ദർ ഇസ് സംതിങ് ഗുഡ് ഇൻ ദിസ്. God intended something good in this pain also. അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. That instant is when I could sit and think about, okay, at least എനിക്ക് എന്നെ തന്നെ ഒന്ന് കാം ഡൗൺ ചെയ്തിട്ട് ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി I'm like, God, okay, speak to me, that I may be able to find what is the good that you have kept in this incident that happened in my life. And to my shock, God said, I want you to forgive that person. Like they many and I got this is too much. ഈ ഒരു ഇങ്ങനത്തെ ഒരു കേസിൽ I don't think anybody in this world would forgive the offender. ഇത്രയും ഹാർഷായിട്ട് ആരും സംസാരിക്കത്തില്ല. ഐ ഗേവ് ഓൾ ദ ന്യായങ്ങളെല്ലാം, എന്തൊക്കെ ന്യായം കൊടുക്കാൻ പറ്റുമോ, ബട്ട് മൈ സൈഡ്. ആൻഡ് നോട്ട് ബിക്കോസ് ഐ വാസ് ദ വൺ ഹു വാസ് ബീങ് ഒഫെൻഡഡ് ഐ എം ടെല്ലിങ് ദാറ്റ് ഇത്രയും ന്യായം എൻ്റെ സൈഡിലായിരുന്നു, അതുകൊണ്ടൊന്നും അല്ല. ലിറ്ററലി ഫെൽറ്റ് ആൻഡ് ഈവൻ എന്തായിരുന്നു, ഞാനൊരു തെറ്റും ചെയ്യാതെ വെറുതെ എന്നെ എന്തായിരുന്നു വാക്കുകളുകൊണ്ട് മുറിപ്പെടുത്തിയില്ലേ. ഐ ഡിഡ് നോട്ട് ഇൻറ്റെൻഡ് എനിത്തിങ് ബട്ട് ഗുഡ് ഫോർ ദി അതർ പേഴ്സൺ. അപ്പം അങ്ങനെയുള്ള ഒരാൾ, ഹീ ഈസ് ദ വൺ എന്നോട് ക്ഷമ പറയണ്ട. ഞാനെന്തിനാ ഫോർഗീവ് ചെയ്യുന്നത്, ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ. ബട്ട് ഐ വാസൻറ്റ് വില്ലിങ് ടു ലിസൺ ടു ഗോഡ്. ഐ വാസ് സോ ഹർട്ട്, ഐ കുഡ് നോട്ട് അക്സെപ്റ്റ് ദാറ്റ്. സോ ദൈവം എന്നോട് ചോദിച്ചപ്പോൾ പിന്നെ നിൻ്റെ പ്ലാൻ എന്താ? ഓക്കെ, ഐ എം ഗോയിങ് ടു ബിഹേവ് ആസ് ദോ ദിസ് പേഴ്സൺ ഡിഡ് നോട്ട് എവർ എക്സിസ്റ്റ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മനുഷ്യനേ ഇല്ലാതെ ചിന്തിച്ചിട്ട് മുന്നോട്ട് ജീവിക്കും. ബിക്കോസ് മേ ബി ആഫ്റ്റർ സം ടൈം ഐ വിൽ ബി ഏബിൾ ടു execute that Christ-like forgiveness, that what you told, but at this moment I'm so deeply hurt, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. And I tried, it did not work even for half a day. It did not work. So the next day morning I got up for prayer and I was like, I need your help to do this what you said. ദൈവം പറഞ്ഞല്ലാതെ I don't think there's another method. My method is a complete failure. എനിക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. Because it isn't working, it isn't helping my
It isn't helping me to heal. I won't heal ചെയ്യാൻ പറ്റുന്നില്ല, because the whole day, even when I thought about this, it just made me more and more bitter. I was bitter with everyone. എനിക്ക് ഞാനിപ്പോൾ ഓർത്ത് ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു മാതിരി മോശ സ്വഭാവം കാണിക്കുന്നത്. And it is a proof that my method did not help me to heal that wound, which was, I was so deeply hurt. Next day when I sat in his presence asking God for a way, there was no other answer than to forgive. It's like I am the one with Christ. I'm the one walking with the Spirit of God. So God changes me first, and through me is how he can interact, show the world who Christ is and what exactly a child of God can do, and what a child of God is to be to the world. God cannot change the other person unless and he doesn't forcefully change another person. നിർബന്ധിച്ച് മറ്റേ ആൾക്ക് ചേഞ്ച് ചെയ്തിട്ട് അവരെ കൊണ്ട് ഒരു റിയലൈസേഷൻ അല്ല വരുത്തേണ്ട. ഇറ്റ് ഈസ് ത്രൂ മീ ദറ്റ് ഗോഡ് വാണ്ടഡ് ദി അതർ പേഴ്സൺ ടു റിയലൈസ് and come to a realization. I don't know what was interaction between the other person and God, but whatever realization God wanted to bring to the other person, that will happen only through me. So ഞാൻ ദൈവത്തിനോട് നടക്കുന്ന ദൈവവൈതലെന്ന് വിളിക്കുന്ന എന്നെ God wanted to change first, and he's like, you have to forgive the other person. I know നിന്റെ സൈഡിലാണ് ന്യായം, but still you have to forgive. And it was very difficult for me to say that word, yes. ആ ഒരു ലൈൻ പോലും പറയാൻ വിത്ത് ജെനുവിൻനെസ്, ദൈവമേ ഞാൻ ആളെടുത്ത് ക്ഷമിച്ചു, ഐ റിയലി വോണ്ട് ടു forgive that person, help me forgive. ഈ ലൈൻസ് ഒന്നും എനിക്ക് ആ ഒരു ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധി പറയാൻ കഴിയുന്നില്ല. And I thought I will worship him first, and I will sit and pray for some time and meditate on the word, so that God will, worship gives you the strength to do things that you thought you can never do in life. So God helped me worship, and then during that time ദൈവം എനിക്ക് അതിനുള്ള കൃപ തന്നു to say that word. Literally ദൈവത്തിൻ്റെ കൃപയാണ് for me to say, to accept what he suggested me to do. And ഞാൻ പറഞ്ഞു, ദൈവമേ, I want to forgive the other person, and I have decided to forgive the other person. Tell me how do I do it, and I accept whatever you have told me to do in my life. ആളുടെ അടുത്ത് എനിക്ക് ക്ഷമിക്കണം, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ആൻഡ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് ഐ സോ ദിസ് വിഷൻ, ലൈക്ക് ഒരു ഫുൾ തേജസ് നിറഞ്ഞൊരു റൂമിൽ സംതിങ് റിയലി ഡേർട്ടി ജസ്റ്റ് എസ്കേപ്ഡ്. അതായത് ഈ സിങ്കിനകത്തൊക്കെ ചെളിവെള്ളം കിടന്നിട്ട് ആ ഡ്രെയിനകത്തോടെ ഇറങ്ങിപ്പോകുന്ന പോലെ സംതിങ് ഇറ്റ് റിയലി ലുക്ഡ് ലൈക്ക് ഒരു എന്തായിരുന്നു കുറേ ചെളിവെള്ളം പോലെ. ഇറ്റ് റിയലി ലുക്ഡ് സോ ഡേർട്ടി. അത്രയും ഡേർട്ട് അവിടുന്ന് പെട്ടെന്ന് പോയ പോലെ തന്നെ എവറിഥിങ് ലുക്ഡ്, ആഫ്റ്റർ ദാറ്റ് എവറിഥിങ് ലുക്ഡ് സോ ബ്യൂട്ടിഫുൾ, സോ ഫിൽഡ് വിത്ത് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ആൻഡ് ഐ വാസ് ലൈക്ക്, ദൈവമേ, ഈവൻ മൈ സെൽഫ് വർത്ത്, എൻ്റെ സെൽഫ് എസ്റ്റീം, മൈ സെൽഫ് വർത്ത്, അതുപോലും ലുക്സ് സോ ഡേർട്ടി ബിഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ആ ഒരു സെൽഫ് എസ്റ്റീം, ആ സെൽഫ് വർത്ത് കളയാനായിരുന്നു എനിക്ക് പ്രയാസം. ബിക്കോസ് ഇത്ര എന്നെ വേദനിപ്പിച്ച ഒരാളെ, how even when the wound is so fresh, how will I forgive not just to forgive, and then chumma tattikuttu forgiveness alla, Christ like forgiveness, that I may be able to love that person yet again. That helped me give away my self-esteem, and that self-esteem also did not look so great before the God. It looked dirty before, when in contrast with the glory of God. And in return I received so much of joy, so much of peace, I so much of joy, and I received Christ in return. ഇത്രയും മോശമായ ഒരു കാര്യമാണ് എൻ്റെ സെൽഫ് എസ്റ്റീം ദൈവസന്നിധിയിൽ. അതുപോലെ ഞാൻ കളയാൻ തയ്യാറായപ്പോൾ, when I just decided, when I could say yes, അത് എൻ്റെ സ്ട്രെങ്ത് കൊണ്ടല്ല ഞാൻ യെസ് പറഞ്ഞത്. ആഫ്റ്റർ വർഷിപ്പ് is when I got that strength, and അത് യെസ് പറഞ്ഞ സമയത്ത് I received Christ and priceless treasure in return. And God really helped me forgive the person. And I was like, ഞാൻ എങ്ങനെ ചെന്ന് പറയുന്നത്, അതർ പേഴ്സൺ ഓർക്കും എന്തായിരുന്നു തെറ്റ് ഫുൾ ചെയ്തത് അവരും, പിന്നെ ഞാൻ ചെന്ന് സോറി പറയുമ്പോൾ അവർ ഓർക്കും എനിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയെന്ന്. സോ ഇറ്റ്സ് ലൈക്ക് യുവർ ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്, ആൻഡ് വിത്ത് യുവർ ആക്ഷൻസ് ദി അതർ പേഴ്സൺ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു കംപ്ലീറ്റ്ലി forgive. And I did whatever ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. The person understood, and God brought in that realization, and I really saw a changed person. The person changed a lot, because these were people who God put in my life, I know, for them to come to Christ, ദൈവത്തെ കൂടുതൽ അറിയാൻ വേണ്ടി. So
all my endeavors, all this while, പല പ്രാവശ്യം I tried to bring them closer to Christ with so many other efforts I've tried. എല്ലാം ഒന്നും ഫുൾഫിൽ ആയില്ല, സക്സസ് ആയില്ല. എല്ലാം it will end up in arguments. ഞങ്ങൾക്കും അറിയാം വചനം. We also know you're not the only person who knows it. So all that they will try, these are all things that I get in return. But ingane cheyidappo I've seen the person change so much even before the relation. I don't know how deeper is, because it is their personal relationship with Christ. I don't know how far that bond has gone, but at least visible light, I can see so many changes in that person's attitude, even towards prayer, even towards Jesus. And I'm so glad that God could work through something that looked so bad. He just turned around everything when he changed us, the people who are with him. He changed us first to turn around the whole thing, to bring the other person more closer to Christ. At the end of the day, that is what matters the most more than anything else in this world. And then that whole day, that morning, that after I forgave, I felt like, ഇനി കുറച്ചുകൂടെ forgive ചെയ്തല്ലോ. എത്ര forgive ചെയ്തിട്ടും മതിയാവാൻ തോന്നില്ല. എത്ര പിന്നെ സ്നേഹിക്കാൻ തോന്നുന്നു. എത്ര സ്നേഹിച്ചിട്ടും മതിയാവാൻ തോന്നില്ല. And that is that kind of forgiveness and love that Christ gave us too. ഓരോ പ്രാവശ്യം ഓരോ തെറ്റ് ചെയ്യുമ്പോൾ ഓർക്കുമ്പോൾ ദൈവം ഇനി പഴയ പോലെ എങ്ങനെയാണ് ക്ഷമിക്കുന്നത്. That kind of that human attitude. കാരണം നമ്മളും അങ്ങനെയല്ലേ, പഴയ പോലെ സ്നേഹിക്കണമെന്നില്ലല്ലോ നമ്മൾ. യു സ്റ്റിൽ കീപ് സോ മെനി ഒബ്സ്റ്റക്കിൾസ്, ഇടയ്ക്ക് കുറേ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കും ആളുടെ അടുത്ത്. അപ്പോൾ സിൻസ് യു ആർ തിങ്കിങ് ഇൻ ദാറ്റ് ഹ്യൂമൻ ലെവൽ ഓഫ് ഫോർഗിവ്നെസ്, പഴയ പോലെ ചിലപ്പം ദൈവം എന്നെ അങ്ങനെ സ്നേഹിക്കണമെന്നില്ല. ബിക്കോസ് ഞാനും അങ്ങനെയാണല്ലോ മറ്റുള്ളവരുടെ അടുത്ത്. എന്നെ മുറിപ്പെടുത്തിയ ആളുടെ അടുത്ത് ഐ എം നോട്ട് ദി സെയിം ഓൾഡ് പേഴ്സൺ അഗൈൻ. മൈ ലവ് ഇസ് സ്റ്റിൽ നോട്ട് ദ സെയിം ഓൾഡ് ലവ് അഗൈൻ. ബട്ട് വെൻ Christ-like forgiveness, when you allow that to flow through your heart, അന്നാ മനസ്സിലാവുന്ന ദൈവം എങ്ങനെയാണോ എന്നെ സ്നേഹിക്കുന്നത്. എത്ര സ്നേഹിച്ചിട്ടും എൻ്റെ ദൈവത്തിന് മതിയാവുന്നില്ല. എത്ര ക്ഷമിച്ചാലും എൻ്റെ ദൈവത്തിന് മതിയാവുമെന്ന് തോന്നില്ല. So deep and so divine that love becomes to the other person, to your enemy, to how much ever bad they are. You can love with Christ's love to the other person and change them so beautifully well. And that change did not happen with all my efforts. It happened when Christ's love flowed through my wounds, and it healed me and changed the other person. And mostly I was thinking at this moment that why most of us love all, നമ്മളെന്നോണ്ട് യേശുവിനോട് ഇത്രയും സ്നേഹം കാണിക്കും. Like we always say, right, I love you Jesus for who you are and what he did in my life. And what I felt that after going through this experience is more than what he gave me, and more than what all the spiritual and the materialistic gifts that he gave me, more than all the strengths that he gave me, എല്ലാം എന്തിനേക്കാൾ ഉപരി that deep love to Christ began at the instant that I realized that he forgave the sins that I could not forgive myself. And that forgiveness was the first, that gateway that united me and Christ. And probably that is the way that God wants to work through us with the world, to show them that God can love the worst sinner through our efforts, through our actions. When they see that, when we are able to forgive, then they realize that, okay, then they have, that is just an essence of Christ's love that we can give to them, so that they can understand how much more Christ is ready to forgive. God is ready to forgive and love them. നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് ക്രിസ്തുവിനെ എങ്ങനെ, ത്രൂ ദ forgiveness of enemies, through people who hurt us the most, and then if we can show them Christ, then that relationship of them between Christ is forever to stay. It is not based on just what God gave them, because just because you are with Christ, ദൈവം എന്തെങ്കിലും തന്നതുകൊണ്ട് നീ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ when that transaction kind of depletes, or നീ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വരാത്തപ്പോഴത്തേനും this bond will, maybe that bond will weaken, but from your end, not from Christ's end. But when it is based on forgiveness and love, that love never fails, that forgiveness never fails you.
And if we can show Christ to the world through this gateway, they will never leave the cross, they will never leave him. And if you can pray for those, and it came to life for me. Pray for the ones who persecute you, and seek good for those who spoiled your dreams. Build up their dreams. The ones ninde സ്വപ്നങ്ങൾ തകർത്തവരുടെ സ്വപ്നം പണിയാൻ, though even still your dream is still unrealized, അവരുടെ സ്വപ്നം പണിയാൻ നീയും കൂടെ നിന്ന് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിന്റെ ഭാവി തകർക്കാൻ ശ്രമിച്ചവരുടെ ഭാവി, ക്രിസ്തുവിൻ്റെ കൂടെ ഒരു അത്യുത്തമമായ ഭാവി നീ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുവാൻ കഴിയാമെങ്കിൽ, what better way to show the love of Christ to the world than this? So this was the testimony that I wanted to share this time. Not about gaining anything from anything that I not gaining anything that I prayed for from Christ, but to lose my self-esteem for the sake of showing Christ to the world and receiving him in return. So I hope it is a blessing for you, and hope you will also be able to experience this in life. And they will അനുഗ്രഹിക്കട്ടെ. Thank you. Amen. Thank you so much, Sister Jasmine. Thank you for that wonderful testimony. In റോമാലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം നമ്മുടെ കലണ്ടറിൽ ജൂൺ മാസം 17-ാം തീയതി നമ്മുടെ ബഥൽ കലണ്ടറിലുള്ള വാക്യത്തിൻ്റെ ബേസിസിൽ ഞാൻ ചുരുങ്ങിയ ചില നിമിഷങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുക. I'd like to display that verse. Let me just display that verse. Romans chapter number 8 and verse number 37. അത് പറയുന്നത് ഇതിലെല്ലാത്തിലും, in all these things we are more than conquerors. നമ്മൾ ജയാളികളെക്കാളും അധികം. എങ്ങനെ? Through him that loved us. നമ്മളെ സ്നേഹിച്ചവൻ മുഖാന്തരം നമ്മൾ ഇതിലെല്ലാം ജയാളികളായി. 35-ാം വാക്യത്തിൽ who separates us from the love of Christ. Love of Christ എന്നുള്ള ആശയത്തിൽ നിന്ന് 37-ാം വാക്യത്തിലേക്ക് നമ്മൾക്ക് സകലത്തിലും നമ്മളെ ജയാളികളായി നടത്തുന്ന, ജയാളികളെക്കാൾ അധികമായി നമ്മളെ നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുക. Again, thank you, Sister Jasmine, for that wonderful testimony. അതിൻ്റെ നെക്സ്റ്റ് ഒരു ലെവലിലോട്ടാണ് ഞാൻ ഇറങ്ങി സംസാരിക്കാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സകലത്തിലും, ഇൻ എവ്രിതിങ്, സകലത്തിലും എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്പിരിച്വൽ സിറ്റുവേഷൻസ്, ദുർഭൂത ശക്തികൾ മുതൽ, മന്ത്രവാദങ്ങൾ മുതൽ, ആത്മീയ പിന്മാറ്റങ്ങളും ആത്മീയ തണുപ്പും, ക്ഷമിക്കുവാൻ കഴിയാത്ത അളവുകൾ മുതൽ, സകലത്തിലും, എവറി സ്പിരിച്വൽ ഇഷ്യൂ. 2, നമ്മളുടെ ഇമോഷണൽ ഇഷ്യൂസ്, നമ്മളുടെ വികാരങ്ങളിൽ ഉയരുന്ന സകലത്തിൽ നിന്നും, നമ്മളുടെ ഫിസിക്കൽ കാര്യങ്ങൾ. ഈ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ ഈ 37-ാം വാക്യത്തിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ കാണാം. പ്രഡോമിനൻ്റ്ലി സ്പിരിച്വൽ, ഉയരത്തിലുള്ളത്, ദൂതന്മാർക്ക്, യു ജസ്റ്റ് നെയിം ഇറ്റ്, എനിത്തിങ് സ്പിരിച്വൽ. 2, വികാരങ്ങളിൽ വരുന്ന നിന്ദാ വിഷയങ്ങൾ മുതൽ മുറിവേറ്റ വിഷയങ്ങൾ വരെ. 3, നമ്മളുടെ ഫിസിക്കലി വിശപ്പ്, നഗ്നത, എനിത്തിങ്, ജീവിതത്തിൽ സൃഷ്ടിയിൽ കാണുന്ന സകലത്തിലും, എവ്രി വാക്ക് ഓഫ് ലൈഫ്, സകലത്തിലും ദൈവത്തിൻ്റെ വചനം പറയുക, നോട്ട് ജസ്റ്റ് വിന്നിങ് ബട്ട് വിക്ടറി, സകലത്തിലും ജയാളികളാക്കുന്ന, എങ്ങനെയെങ്കിലും തട്ടിമുട്ടി തകർന്നു പോകാതെ പോയെന്നല്ല, പകരം അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വചനം പറയുക, വി ആർ മോർ ദാൻ കോൺകറേഴ്സ്, വി ആർ മെയ്ഡ് വിക്ടേഴ്സ്. നമ്മൾ ജയാളികളാണ്. ശത്രുവും വിരോധമായി നിൽക്കുന്ന സകലതും പരാജയപ്പെടുകയും നമ്മൾ ജയിക്കുകയും ചെയ്യുന്നത് പോലെ ദൈവം നമ്മളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനമായി എന്നെ ചിന്തിപ്പിച്ചത്, അങ്ങനെ ജയാളികളായി നമ്മളെ നടത്തുവാൻ ശക്തിയാൽ മുറുക്കുന്നല്ല, നമ്മൾക്ക് അധികാരത്തിൻ്റെ കൈമാറ്റങ്ങൾ തരുന്നെന്നല്ല. മറ്റ് പലതും ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഇടാമെങ്കിലും അവിടെ പറയുന്നു സകലത്തിലും ജയം ആവശ്യമാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുവാൻ കാര്യമെന്താ? ബിക്കോസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇമോഷണൽ ലവ്, വികാരങ്ങളിൽ ഉയരുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മളുടെ തീരുമാനങ്ങളിൽ മാത്രം വരുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചല്ല പറയുന്നത്. പകരം ഉയരത്തിൽ നിന്നും പകരപ്പെടുന്ന ഒരു സ്നേഹം, പരിശുദ്ധാത്മാവിനെ പകരുന്നത് പോലെ, ആത്മാവിൻ്റെ ശക്തി പകരുന്നത് പോലെ, ആത്മാവിൻ്റെ സ്നാനം, അഗ്നിയാലുള്ള സ്നാനം പകരപ്പെടുന്നത് പോലെ, കൃപാവരങ്ങൾ പകരപ്പെടുന്നത് പോലെ, വിശ്വാസം
പകരപ്പെടുന്നത് പോലെ ഉയരത്തിൽ നിന്നും നമുക്ക് എന്തൊക്കെ പകരപ്പെടുന്നു അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം ദൈവം പകരും. ആ സ്നേഹത്തെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. 13-ാം അധ്യായത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈറോസ് ലവ്, അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചല്ല പറയുന്നത്, ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കുറിച്ചല്ല പറയുന്നത്, പകരം അഗാപ്പെ ലവ്. ആ അഗാപ്പെ ലവ് എന്നുള്ളത് ഒരിക്കലും നമ്മൾക്ക് സ്വതവേ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കത്തില്ല, നമ്മളുടെ പരിശ്രമത്താൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കത്തില്ല. ആ സ്നേഹം വേണമെങ്കിൽ ഉയരത്തിൽ നിന്ന് പകർന്നേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ തരുന്നവൻ, ദൈവത്തോടെ സ്നേഹം പകരുവാൻ ചോദിച്ചാൽ ആ സ്നേഹത്തെ പകരും. അതെവിടെങ്കിലും നഷ്ടമായാൽ, വികാരങ്ങൾ നഷ്ടപ്പെട്ടില്ലെങ്കിലും, നമ്മളുടെ തീരുമാനങ്ങൾ നഷ്ടപ്പെട്ടില്ലെങ്കിലും, ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കും, എന്നെ മുറിപ്പെടുത്തിയ ആ വ്യക്തിയെ സ്നേഹിക്കും എന്നൊക്കെ നമ്മൾ എത്ര തീരുമാനിച്ചാലും ആ തീരുമാനത്തിലും ആ സ്നേഹത്തിലും പരിമിതികളുള്ളപ്പോൾ ഉയരത്തിൽ നിന്ന് ദൈവത്തിന് മാത്രം തരുവാൻ കഴിയുന്ന സ്നേഹം നമ്മൾ ചോദിച്ച് പ്രാപിച്ചില്ലെങ്കിൽ കർത്താവ് പറയും, ഒരു കുറവ് നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്, നിന്റെ ആദ്യ സ്നേഹം നീ നഷ്ടപ്പെടുത്തി. ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി എന്ന് കുറ്റാരോപണം കേട്ട ഒരു വ്യക്തിയെ എടുത്ത് ശോധന ചെയ്താൽ ആ വ്യക്തിയുടെ വികാരങ്ങളിൽ ഒരു പക്ഷേ വീണ്ടും സ്നേഹം കാണും. ആ വ്യക്തിയുടെ മാതാവിനോട്, പിതാവിനോട്, ആ വ്യക്തിയുടെ കുഞ്ഞുങ്ങളോട്, ഭാര്യയോ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹമെടുത്താൽ വികാരങ്ങൾക്ക് കുറവ് വന്ന് കാണത്തില്ല. ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ തീരുമാനങ്ങളിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരെ സ്നേഹിക്കുവാനുള്ള വികാരങ്ങളിലും തീരുമാനങ്ങളിലും ഒരു കുറവും കാണുകയില്ല. എങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ പറയുക, ഒരു കുറവ് നിന്നെക്കുറിച്ച് പറവാനുണ്ട്, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. യേശുവിനെ കണ്ടുമുട്ടിയ സമയം യേശു പകർന്ന ആ സ്നേഹം, നമ്മുടെ ഹൃദയം നിറഞ്ഞ ആ സ്നേഹം, അത് വികാരങ്ങളെക്കാൾ ഉപരി, തീരുമാനങ്ങളെക്കാൾ ഉപരി ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു സ്നേഹം, അതുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് സിസ്റ്റർ ജാസ്മിൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, മറ്റുള്ളവരെ നമ്മളെപ്പോലെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, ആ സ്നേഹം നമ്മളുടെ ഉള്ളിൽ വരണമെങ്കിൽ സ്വയ തീരുമാനത്താൽ, തിരഞ്ഞെടുപ്പിനാൽ, പരിശ്രമത്താൽ ഇറ്റ് ജസ്റ്റ് ഡസ് നോട്ട് ഹാപ്പൻ. വി ഹാവ് ടു പ്രേ, ലോർഡ്, പരിശുദ്ധാത്മാവിനെ പകരുന്നത് പോലെ, ദൈവത്തിൻ്റെ ശക്തിയെ പകരുന്നത് പോലെ ആ സ്നേഹം എന്നിലേക്ക് പകരണം. ചോദിച്ചാൽ, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിച്ചാൽ എത്രയോ അധികം. ചോദിച്ചാൽ ആത്മാവിനെയും ആത്മശക്തിയെയും കൃപാവരങ്ങളെയും നമ്മൾക്ക് ആവശ്യമുള്ള അന്നന്നത്തേക്കുള്ള അപ്പം മുതൽ സകലതും തരുന്ന ദൈവം, ഞാൻ ഇതും കൂടെ ചേർത്ത് പറയട്ടെ, ദൈവസ്നേഹവും നമ്മളിലേക്ക് പകരും. വിശ്വാസം ചോദിച്ചാൽ നൽകും, കൃപാവരങ്ങൾ ചോദിച്ചാൽ നൽകും, അന്നന്നത്തേക്കുള്ള അപ്പം നൽകും, ആവശ്യത്തിനുള്ളതൊക്കെയും കർത്താവ് നൽകും. അതിനോട് ചേർന്ന് അതിനേക്കാൾ ഒട്ടും കുറയാതെ പറയട്ടെ, നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യം, കർത്താവേ, അങ്ങയുടെ സ്നേഹം അഗാപ്പെ ലവ് അതെനിക്ക് തരണം. അതുണ്ടെങ്കിൽ ഇന്ന് സിസ്റ്റർ ജാസ്മിൻ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മളുടെ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും പരിശ്രമങ്ങളും ഒക്കെ അസ്തമിച്ചു പോകും, പരാജയപ്പെട്ടു പോകും. ആ ദൈവസ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം നമുക്ക് പല കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ വായിച്ച റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ കാണുന്നത് പോലെ സകലത്തിലും ജയാളികളായി നടത്തുവാൻ ആത്മശക്തിയാൽ സാധിക്കുമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചേർന്നിരിക്കുന്നവർക്കുള്ള അധികാരത്തിൻ്റെ കൈമാറ്റങ്ങളാൽ സകലത്തിലും ജയാളികളായി നടത്തുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പകരം സകലയിടത്തിലും ജയാളികളായി നടക്കണമെങ്കിൽ ആ സ്നേഹം നമ്മളിലേക്ക് പകരും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, മാനുഷിക പരിശ്രമത്താൽ കഴിയാത്തത്. ലവ് ഇസ് പേഷ്യൻറ്റ്, ലവ് ഇസ് ലോങ് സഫറിങ്, ദീർഘക്ഷമയുള്ളത്, വളരെ ക്ഷമിക്കുന്നത്, ഒരിക്കലും ജലസ് അല്ലാത്തത്, ഒത്തിരി സ്വഭാവ ഗുണങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നതൊക്കെയും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കണമെങ്കിൽ പരിശ്രമത്താൽ സാധിക്കുകയില്ല. അതൊക്കെയും ഉയരത്തിൽ നിന്ന് വരുന്ന അഗാപ്പെ ലവ്, ദ ലവ് ഓഫ് ഗാഡ്, നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കുവാനോ നമ്മളുടെ പരിശ്രമത്താൽ നമ്മളുടെ ജീവിതത്തിൽ വരുവാനോ കഴിയാത്തതിനാൽ സ്വർഗത്തിൽ നിന്ന് പകരപ്പെടുന്ന ദൈവസ്നേഹത്താൽ നമുക്ക് ചെയ്തെടുക്കുവാൻ സാധിക്കും. അത് വന്നു കഴിഞ്ഞാൽ, ലെറ്റ് മീ ഷോ യു ദാറ്റ് സ്ക്രിപ്ചർ അഗൈൻ വളരെ വ്യക്തമായി പറയുന്നു. ഐ തിങ്ക് യു മസ്റ്റ് റീഡ് ദാറ്റ്. ആ ഒരു സ്ക്രിപ്ചർ പോർഷൻ ഇന്ന് വായിക്കണം. ആദ്യമേ ചോദിക്കുക, ഹൂ ഷൽ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തയേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർ നമ്മളെ പിന്തിരിപ്പിക്കും? ട്രിബുലേഷൻ, ഡിസ്ട്രസ്, പെർസിക്യൂഷൻ, ഫെമിൻ, നേക്കഡ്നെസ്, പെറിൽ, സ്വേർഡ്,
കഷ്ടത, പട്ടിണി, ഉപദ്രവം, നഗ്നത, വാള്, എല്ലാം എന്തൊക്കെ എടുത്താലും ഒന്നിനും നമ്മളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാനും കഴിയത്തില്ല. അത് കാര്യം അത് നമ്മളിലേക്ക് പകരപ്പെട്ടതാണ്. മാത്രമല്ല സകലത്തിലും നമ്മൾ ജയാളികളെക്കാൾ അധികം കർത്താവ് നമ്മളെ പരിപാലിക്കുവാൻ ആ സ്നേഹത്തിനാണ് വലിയ പ്രസക്തി. ആ സ്നേഹം നമ്മളെ സകലത്തിലും ജയാളികളായി നടത്തും. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാനൊരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇഫ് യു ആർ റിയലി ഓപ്പൺ ഇൻ യുവർ ഹാർട്ട്, കർത്താവെ, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നൊരു സാക്ഷ്യം എന്നെക്കുറിച്ച് പറയാതെ ആ ആദ്യ സ്നേഹത്തിൽ തുടരുവാൻ എൻ്റെ തിരഞ്ഞെടുപ്പല്ല, തീരുമാനമല്ല, പ്രയത്നമല്ല. ഞാൻ അറിയുന്നു ദൈവത്തിൽ ആശ്രയിച്ച് ചോദിച്ചാൽ ചോദിക്കുന്നവർക്ക് നൽകും, ജ്ഞാനം ചോദിച്ചാൽ ജ്ഞാനം നൽകും, സ്നേഹം ചോദിച്ചാൽ സ്നേഹം നൽകും, ആത്മാവിനെ ചോദിച്ചാൽ ആത്മാവിനെ നൽകും, കൃപാവരങ്ങൾക്കായി ആഗ്രഹിച്ച് ചോദിച്ചാൽ അത് നൽകും. ഇതെല്ലാം ആവശ്യമാണ്. വിശ്വാസം ചോദിച്ചാൽ വിശ്വാസം നൽകും. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാരോട് ഒരിക്കലും അതിന് ഒരു വഴക്ക് പറയാതെ കർത്താവ് ആ പ്രാർത്ഥനയെ മാനിച്ചെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവമേ, അങ്ങയുടെ സ്നേഹം എന്നിലേക്ക് പകരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികം ദൈവം നമ്മളെ വിശ്വസ്തതയിൽ നടത്തുവാൻ ശക്തനാണ്. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നീ വാക്കുകൾ കേൾക്കുന്ന ഏവരിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല വഴികളിലും ആത്മാവിൽ, ഞങ്ങളുടെ വികാരങ്ങളിൽ, ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ സകലത്തിലും ജയാളികളായി ഞങ്ങൾ മുന്നേറുവാൻ അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് പകരണമേ. അഗാപ്പെ ലവ് ഫ്രം ഹെവൻ കർത്താവ് ഞങ്ങളിലേക്ക് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം അതിനായി തുറക്കുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് അസാധ്യമായത് പലതും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കുമല്ലോ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. തുടർന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാൻ ബ്രദർ ഫെബിൻ വരും. അതിനുശേഷം സീനിയർ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ബ്രദർ ഫെബിൻ, as you come, ഞാൻ രണ്ട് കാര്യങ്ങൾ I would like you to also remember this. ഒരു സിസ്റ്റർ സ്നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അഭിലാഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റ് ബിഫോർ ദിസ് ഫാമിലി പ്രെയർ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഓർപ്പിക്കട്ടെ. ഷീസ് ഗോയിങ് ത്രൂ എ ടെറിബിൾ ചലഞ്ച്. ആ സ്നേഹ എന്നുള്ളൊരു പൈതലിനായി പ്രാർത്ഥിക്കണം. അതുപോലെ ജതൻ എന്ന പേരുള്ളൊരു പൈതലിനായി പ്രാർത്ഥിക്കണം. ഈ രണ്ട് വിഷയങ്ങളും പ്രാർത്ഥിക്കണം. ഓവർ ടു ബ്രദർ ഫെബിൻ. പ്ലീസ് ഗോ അഹെഡ് ആൻഡ് read the prayer request, please. Thank you, Pastor. Praise the Lord. നമുക്ക് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങളും അതുപോലെ തന്നെ പ്രൈസ് റിപ്പോർട്ട്സുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കും. നമ്മുടെ ആയിരിക്കും സ്ഥാനങ്ങൾ നമുക്ക് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി വേറെ ഒന്നുമില്ല. Praise the Lord. തന്റെ സഹോദരിയുടെ വിടുതലിന് വേണ്ടി ബ്രദർ അഭിലാഷ് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഫാമിലി, തന്റെ സിസ്റ്റർ ലത പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. തന്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സിസ്റ്റർ ജോളി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന എക്സാമിന് വേണ്ടി, യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ടുണ്ട് ബ്രദർ നവീൻ. അതുപോലെ തന്നെ തന്റെ മാതാവിന്റെ ഹെൽത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സിസ്റ്റർ ബിന്ദു അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തന്റെ ഫാമിലി സാൽവേഷന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സിസ്റ്റർ റിയ പ്രാർത്ഥന നമുക്ക് കമന്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തന്റെ സഹോദരന്റെ ജോബിന് വേണ്ടി, തന്റെ സഹോദരിയുടെ ഹെൽത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് സിസ്റ്റർ ബിന്ദു പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന മാസം 10th എക്സാം നടക്കുന്ന തന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ബ്രദർ സജി നമുക്ക് പ്രയർ റിക്വസ്റ്റ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ജോബ് പെർമനന്റ് ജോബ് കിട്ടുവാനായി ബ്രദർ ജോബിൻ ജേക്കബ് നമുക്ക് പ്രാർത്ഥന റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തന്റെ മകളുടെ ഫാമിലി സാൽവേഷന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സിസ്റ്റർ ജെസി അറിയിച്ചിട്ടുണ്ട്. തന്റെ കുടുംബത്തിന്റെ ദൈവിക കാവലിന് വേണ്ടി, ഒരു സാൽവേഷന് വേണ്ടി സിസ്റ്റർ ജോളി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. സ്പിരിച്വൽ ഗ്രോത്തിനായി സിസ്റ്റർ ഷൈനി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ഹെൽത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സിസ്റ്റർ ലാലി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനാവശ്യങ്ങൾ തന്റെ മകൾക്ക് വേണ്ടി, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന്റെ സാൽവേഷന് വേണ്ടി, ഫിനാൻഷ്യൽ ഒരു ബ്രേക്ക് ത്രൂ, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിന് വേണ്ടി പ്രാർത്ഥനയെ ഒരുപാട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തന്റെ ഒരു പ്രത്യേക പ്രാർത്ഥനാവശ്യം എന്ന് പറയുന്നത്
കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ ഡെലിവറി നടക്കാനിടയായി. അമ്മയ്ക്കും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥനയും ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞ് പാല് കുടിക്കുന്നില്ല എന്നാണ് ആ പ്രാർത്ഥന റിക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന. ആ ആവശ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ ദുബായിൽ ICUവിൽ കോവിഡ് പോസിറ്റീവായി, അതോടൊപ്പം തന്നെ ന്യൂമോണിയയും ബാധിച്ച് സീരിയസ് ആയിട്ടായിരിക്കുന്നു. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ മക്കളുടെ വിടുതലിനായി ബ്രദർ ജേക്കബ് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. സ്പിരിച്വൽ ഗ്രോത്തിനായി സിസ്റ്റർ സുരാജ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തൻ്റെ സഹോദരൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഒരു നല്ലൊരു വിവാഹം നടക്കുവാനായി ബ്രദർ ജേക്കബ് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. തൻ്റെ മകളുടെ ഫാമിലി സാൽവേഷന് വേണ്ടി സിസ്റ്റർ ജെസി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിച്ച ഒരു നല്ലൊരു പ്രൈസ് റിപ്പോർട്ട് ഇപ്രകാരമാണ്. സിസ്റ്റർ ബിന്ദുവിൻ്റെ കുടുംബത്തിൽ നടന്ന ഒരു മിറക്കിൾ, കർത്താവ് നൽകിയ വലിയൊരു അത്ഭുതം ആണ് നമുക്കിത് കാണുവാൻ സാധിച്ചത്. തൻ്റെ സഹോദരി യൂട്രസിക് ക്യാൻസറായി, യൂട്രസിക് ബ്ലീഡിങ് നടന്നു. ഇന്ന് നടന്ന ബയോപ്സി ടെസ്റ്റിൽ അത് നോർമൽ യൂട്രസ് ആയിട്ട് കാണുവാനിടയായി. ദൈവം നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ വിടുതലിന് വേണ്ടി സഹോദരി പ്രാർത്ഥിച്ചു, നമുക്ക് നേരത്തെ അറിയിച്ചിരുന്നു. ആ വിഷയം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൽ വലിയൊരു വിടുതൽ ആ കുടുംബത്തിൽ ലഭിക്കുവാനിടയായി. അതുപോലെ തന്നെ ദിവസം പറഞ്ഞ സ്നേഹയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജിതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥന ചോദിക്കാം. ഈ വിഷയങ്ങൾക്കെല്ലാം എല്ലാ വിഷയങ്ങളെയും ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ പാർശ്വങ്ങൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾ അങ്ങേ ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ മക്കൾ വന്ന് കഴിച്ച അപേക്ഷകൾക്ക് മറുപടി തരുവാൻ അങ്ങ് ശക്തനാകയാൽ സ്തോത്രം. കർത്താവെ, സർജറിയുടെ വിഷയങ്ങൾ, ക്യാൻസറിന്റെ സൗഖ്യം, കർത്താവ് കൊടുത്ത ഓരോ വിടുതലുകൾക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരുന്നു. കുടുംബാംഗങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരെ ദൈവകരങ്ങളിൽ തരുന്നു. ചെറുതും വലുതുമായ അനേക വിഷയങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവെ, ആ രോഗികളായ പ്രിയപ്പെട്ടവരെയും കർത്താവെ, അസ്വസ്ഥതയില്ലാത്തവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഉയർത്തുന്നു. യേശുവിൻ നാമത്തിൽ ദൈവിക വിടുതൽ ആയവർക്ക് വേണ്ടി കർത്താവ് കൽപ്പിക്കണമേ. ദൈവമേ, ഇന്ന് ഞങ്ങളോട് സംസാരിച്ച തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി പ്രസന്റ് ചെയ്യുവാൻ, വിശുദ്ധിയിലും നിർമ്മലതയിലും തിരുമുമ്പിൽ നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കണമേ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുമ്പോൾ പിരിയാത്ത ദൈവകൃപ കൂടിയിരിക്കണം, അങ്ങയുടെ അനുഗ്രഹം കൂടിയിരിക്കണം. മഹത്വം കർത്താവിനാകട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോട് ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടമ്പെട്ട എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇന്നും മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.